വെൽക്കം. തഹമനാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കാബർഗോലിൻ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചിട്ടാണ്. കാബർഗോലിൻ ഏറ്റവും ഫേമസ് ബ്രാൻഡ് എന്ന് പറയുന്ന ഡോസ്റ്റിനെക്സ് ആണ്. ദെൻ കാബ്ഗോലിൻ അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡുകളുണ്ട്. വേറെ മരുന്നിനെ കൂടി കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അതിന്റെ പേര് ക്യുനഗോലൈഡ് എന്നാണ്. ക്യുനഗോലൈഡ് ഒന്ന് കേട്ടിരിക്കുക, അത്രയുള്ള ഉദ്ദേശം. ക്യുനഗോലൈഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡോപ്പമിൻ അഗോണിസ്റ്റ് മരുന്നായിട്ടുള്ള ബ്രോമോക്രിപ്റ്റിനെ കുറിച്ചിട്ടാണ്. സോ ബ്രോമോക്രിപ്റ്റിനെ പോലെ തന്നെയുള്ള മരുന്നാണ് ദിസ് കാബർഗോലിൻ. ബ്രോമോക്രിപ്റ്റിനെ പോലെ തന്നെ അതേ ഉപയോഗങ്ങളൊക്കെ ഉള്ള മരുന്ന് തന്നെയാണ്. ബ്രോമോക്രിപ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ബ്രോമോക്രിപ്റ്റിനെ തട്ടിമാറ്റി ഞാനാണ് ഇവിടെ അധികാരി എന്ന് പറഞ്ഞ് പുതിയതായിട്ട് കയറിയിരുന്ന പുതിയ നമ്പർ 1 പല സ്ഥലങ്ങളിലെ നമ്പർ 1 മരുന്നാണ് ഈ കാബർഗോലിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഇവനും ഒരു എർഗട്ട് ആൽക്കലോയിഡ് തന്നെയാണ്. ഓൾസോ ആൻ എർഗട്ട് ആൽക്കലോയിഡ് ആണ്. എർഗട്ട് ആൽക്കലോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചില പ്രശ്നങ്ങൾ മുന്നിൽ കാണും. പക്ഷെ അത്രയും പ്രശ്നങ്ങൾ കുറവാണ്. ആൻഡ് ഇതിന്റെ T-half എന്ന് പറയുന്നത് 65 മണിക്കൂറാണ്. 65 hours. സോ ലോങ് ആക്ടിങ് മരുന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ദിവസം പോലും കൊടുക്കേണ്ട, ആഴ്ചയിൽ ഒരു 2 or 3 തവണയൊക്കെ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ആൻഡ് വയറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട്, എങ്കിലും ഫസ്റ്റ് പാസ് മെറ്റബോളിസം നടക്കുന്നുണ്ട്. കുറേ നശിച്ചു പോയേക്കാം. ലിവറിൽ വെച്ചിട്ട് മെറ്റബോളിസം നടന്നിട്ട് ഏകദേശം ഒരു 20-22% യൂറിനിലൂടെ പോകും. ദെൻ ബാക്കി റെസ്റ്റ് ഈസ് ത്രൂ ഫീസസിലൂടെ ആയിരിക്കും പോവുക. ആൻഡ് ഇത് ആക്ട് ചെയ്യുന്നത് ഡോപ്പമിൻ D2 റിസപ്റ്റർ തന്നെയാണ്. സോ മരുന്ന് ആക്ട് ചെയ്യുന്നത് D2 റിസപ്റ്ററിലാണ്. ബാക്കിയുള്ള റിസപ്റ്ററിലും കുറച്ചൊക്കെ ആക്ഷൻ ഉണ്ട്. എല്ലാ റിസപ്റ്ററിന്റെ ആക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ആൻഡ് ദിസ് ഈസ് ഹൈലി പൊട്ടന്റ് ഓൾസോ. ഡോസ് വളരെ കുറവാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സാധാരണ 1 milligram 2 milligram അങ്ങനെയൊക്കെ. ചില കേസുകൾക്ക് നമുക്ക് കുറച്ചും കൂടി ഉയർന്ന തോതിൽ ഉപയോഗിക്കേണ്ടി വരും. ആൻഡ് ഗുളികയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത കേസിൽ ഈവൻ ഇറ്റ് ഈസ് അവൈലബിൾ ആസ് വജൈനൽ പെസറീസ്. വജൈനലായിട്ട് സ്ത്രീകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാനുള്ള ഓപ്ഷനുള്ള മരുന്നാണത്. 0.5 milligram ആയിട്ടാണ് വജൈനയിലൂടെ ഉപയോഗിക്കുക. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഉപയോഗങ്ങളിലേക്ക് പോകാം. ഒന്ന്, പ്രൊലാക്റ്റിൻ അമിതമാകുന്നത് മൂലമാണ്. എന്താണ് പ്രൊലാക്റ്റിൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ബ്രോമോക്രിപ്റ്റിൻ അതിനകത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രൊലാക്റ്റിൻ അമിതമായിട്ട് ഉയരുന്ന ഘട്ടങ്ങളിൽ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ എന്നായിരിക്കും അപ്പൊ അതിന് പറയാം. ഹൈപ്പർ ഉയരുകയാണ് പ്രൊലാക്റ്റിനീമിയ മൂലമുള്ള പ്രശ്നങ്ങൾ. സോ ഇറ്റ് ക്യാൻ ബി ഇഡിയോപ്പതിക് എന്ന് വെച്ചാൽ അൺനോൺ റീസൺസ് മൂലമുള്ള പ്രശ്നങ്ങൾ. ഇഡിയോപ്പതിക് ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയയിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോലാക്റ്റിനോമാസ് എന്ന് വെച്ചാൽ നോമ നോക്കുമ്പോൾ തന്നെ ക്യാൻസർ ആയിരിക്കും. അപ്പോൾ പിറ്റ്യൂട്ടറിയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ. സോ ഇറ്റ് ഹാസ് ഗോട്ട് ഗ്രേറ്റർ എഫിക്കസി. സോ ദിസ് ദ നമ്പർ 1 ഡ്രഗ് ഓഫ് ചോയ്സ്. ഇതാണ് ഗ്രേറ്റർ എഫിക്കസി ദാൻ ബ്രോമോക്രിപ്റ്റിനായിരുന്നു ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവനെ മാറ്റി നമ്മുടെ മരുന്നിന്റെ പേര് കാബർഗോലിനാണ്. കാബർഗോലിനിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ കാരണം എഫിക്കസി കൂടുതലാണ്. ജസ്റ്റ് എഫിക്കസി കൂടുതൽ മാത്രമല്ല, ലെസ് അഡ്വേഴ്സ് എഫക്ട്. ADR കുറവാണ്. അഡ്വേഴ്സ് എഫക്ട് കുറവുണ്ട്. എഫിക്കസി കൂടുതലാകുമ്പോൾ നമ്മൾ സാധാരണ ആരായാലും ഇതായിരിക്കും ചൂസ് ചെയ്യുക. ആൻഡ് സാധാരണ തുടങ്ങുക 0.25 milligram ആഴ്ചയിൽ ഒരു 2 ദിവസം. ഓക്കെ, ആഴ്ചയിൽ 2 ദിവസം തുടങ്ങുന്നു. പിന്നെ അത് 0.5 milligram വീതം ആഴ്ചയിൽ 1 ദിവസം ആക്കുന്നു. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ഒരു 1.5 to 2 milligram വീതം 4 ആഴ്ച കൊണ്ടായിരിക്കും ഉയർത്തി. അങ്ങനെ 2 milligram ഒരു 2-3 തവണ ആഴ്ചയിലാക്കുന്നു. ചില കേസുകളിലെങ്കിലും നമുക്ക് കൂടുതൽ വേണ്ടി വരും, 4 ഒക്കെ വേണ്ടി വരും. പക്ഷെ സാധാരണ എപ്പോഴും 2 milligram മതിയാവും മിക്കവാറും കേസുകളിൽ. ഇപ്പോൾ പ്രൊലാക്റ്റിനോമയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പിറ്റ്യൂട്ടറി അഡിനോമകളിൽ ഇപ്പോൾ മൈക്രോ ഉണ്ട്, അതിൻ്റെ തന്നെ മാക്രോ, ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. നമ്മൾ പ്രൊലാക്റ്റിനോമാസ് എന്താണെന്നൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ മരുന്നിനെ കുറിച്ചിട്ടാണ്. സോ ഈ മരുന്ന് കാബർഗോലിൻ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാകുന്നുണ്ട്. ചില കേസുകളിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കും മരുന്ന് നിർത്തി കഴിഞ്ഞാലും അത് ചുരുങ്ങി അങ്ങനെ തന്നെ നിൽക്കുന്ന അവസ്ഥ, റിക്കറൻസ് ഇല്ലാതെ പോകുന്ന അവസ്ഥ വരെയുണ്ട്. പക്ഷെ പലപ്പോഴും മരുന്ന് ഉപയോഗം നിർത്തി കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ റിക്കറൻസ് വരാം. അപ്പോൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് റിക്കറൻസ് ഇല്ലാതെ അതോടുകൂടി അവസാനിപ്പിക്കാനും പറ്റുന്ന രീതിയിൽ ആക്ഷൻസ് ഉണ്ട്. ഇനി പ്രൊലാക്റ്റിനോമയിൽ ഇൻ കേസ് നമുക്ക് റേഡിയേഷനോ സർജറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതിനൊപ്പം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി പ്രൊലാക്റ്റിൻ മൂലമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രൊലാക്റ്റിൻ മൂലമുള്ള പ്രശ്നങ്ങൾ കുറച്ച് ബ്രോമോക്രിപ്റ്റിൽ പറഞ്ഞാണ്. ഓവുലേഷൻ ഇല്ലാത്ത അവസ്ഥ, അനോവുലേഷൻ. ആൻഡ് അതുമൂലം ഗർഭിണിയാവാത്ത അവസ്ഥ ഉണ്ടാകും. സോ അതുമൂലം മെൻസ്ട്രൽ പീരീഡിൽ ശരിയല്ലാത്ത അവസ്ഥ ഉണ്ടാകും. ദെൻ PCOS, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ദെൻ നോൺ പെർപ്യൂറൽ മാസ്റ്റൈറ്റിസ്, മാറിട വേദന അല്ലെങ്കിൽ
സ്ഥലങ്ങളിലെ വേദന. സോ ഇതൊക്കെ പ്രൊലാക്റ്റിൻ കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. സംടൈംസ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, സോ അതുമൂലമുള്ള മെൻസ്ട്രൽ ടിഷ്യൂസ്. ഓക്കെ, ഇതൊക്കെ ഒരു സൈഡിൽ, അതിനെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ പ്രൊലാക്റ്റിൻ കൂടുന്ന മൂലം ലൈംഗിക താല്പര്യം ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാകാം. സോ ഇങ്ങനെയുള്ള വിവിധ കണ്ടീഷനിൽ പ്രൊലാക്റ്റിൻ ലെവൽ നോർമലൈസ് ചെയ്യാനായിട്ട് നമ്പർ 1 ഡ്രഗ് ആയിട്ട് നമുക്ക് കാബർഗോലിന് ഉപയോഗിക്കും. ഇനി ഈവൻ ഇൻ IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, സോ ഈ ടെക്നിക്സിൽ ടു പ്രിവെന്റ് OHSS അതിനും വരെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദെൻ ഞാൻ പറഞ്ഞ പല ഉപയോഗങ്ങളും ചിലപ്പോൾ എല്ലാം അപ്രൂവ്ഡ് യൂസ് ഒന്നുമല്ല, ഓഫ് ലേബൽ യൂസസ് ആണ് പലതും. സോ പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റൊരു ഉപയോഗം സപ്രഷൻ ഓഫ് ലാക്ടേഷൻ ആണ്. സപ്രഷൻ ഓഫ് ലാക്ടേഷൻ അതെപ്പോഴാണ് വരിക? അതിപ്പോൾ ഉദാഹരണത്തിന് സ്റ്റിൽ ബർത്ത് വന്നു, കുട്ടി മരിച്ചു പോയി, അല്ലെങ്കിൽ ലേറ്റ് അബോർഷൻ വന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ലാക്ടേഷൻ വേണ്ട എന്ന് കരുതുകയാണെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പറ്റും. ദെൻ അല്ലാതെ നമ്മൾ ഇപ്പോൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് നിർത്തണം, അതിനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റിൽ ബർത്തോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് തന്നെ ഏകദേശം ഒരു 1 milligram ടാബ്ലറ്റ്സ് കൊടുക്കും. ദെൻ 0.5 milligram 2 ടാബ്ലറ്റ്സും കൂടി കൊടുത്താൽ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഈവൻ വി ക്യാൻ ഗോ ഫോർ 0.25 milligram ദിവസം 2 നേരം വീതം 12 മണിക്കൂർ ഇടവിട്ട് അങ്ങനെ ഒരു 4 ഡോസ് കൊടുത്താലും കാര്യങ്ങൾ ഓക്കെയാണ്. നോർമലായിട്ടുള്ള ലാക്ടേഷൻ നിർത്തണമെങ്കിലും ഇങ്ങനെ 2 ദിവസം നമുക്ക് 0.25 0.5 ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ലാക്ടേഷൻ നിർത്താറുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ യൂസ് സപ്രഷൻ ഓഫ് ലാക്ടേഷൻ. സോ ഇതെല്ലാം നമ്മൾ പ്രൊലാക്റ്റിൻ കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാനിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ എഴുതിയില്ല, ബ്രോമോക്രിപ്റ്റിനിൽ എഴുതിയെന്ന് തോന്നുന്നു. സോ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഈവൻ ഇൻ പുരുഷന്മാരിൽ മെയിൽ സെക്ഷൽ ഡിസോർഡേഴ്സിൽ ഉപയോഗിക്കാം. മെയിൽ സെക്ഷൽ ഡിസോർഡേഴ്സിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പ്രൊലാക്റ്റിൻ വരുന്ന മൂലമുള്ള പ്രശ്നങ്ങൾ, ഓർഗാസ്മിക് ഡിസോർഡേഴ്സ്, ഇപ്പോൾ സൈക്കോജെനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതിന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ സംടൈംസ് റിക്രിയേഷണൽ യൂസ് ഉണ്ട് കേട്ടോ. അത് അങ്ങനെയുള്ള യൂസ് ഒന്നും അനുവദിക്കാൻ പാടുള്ളതല്ല, പക്ഷെ റിക്രിയേഷണൽ യൂസിൽ ദുരുപയോഗങ്ങളുണ്ട്. ഇപ്പോൾ സ്കലനത്തിന്റെ റിഫ്രാക്ടറി പീരീഡ് കുറച്ചിട്ട് മൾട്ടിപ്പിൾ ഓർഗാസം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിന് 0.5 milligram ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിക്കാറ്. സോ ഇങ്ങനെയുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദുരുപയോഗമാണ്. ദെൻ ഇൻക്രീസ് ദ ലിബിഡോ, ലോസ് ഓഫ് ലിബിഡോ എന്ന് വെച്ചാൽ ലൈംഗിക ശക്തി അല്ലെങ്കിൽ ശക്തിയല്ല താല്പര്യം, അത് കുറയാണെങ്കിൽ അത് വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ഇനി മറ്റൊരു യൂസ് എൻഡ് ഓഫ് ടേം പ്രഗ്നൻസിയിൽ ഹേർട്ട് ഫെയിലിയർ ഉണ്ടെങ്കിൽ, ഹേർട്ട് ഫെയിലിയർ ഇൻ എൻഡ് ഓഫ് ലവ്, സോ പ്രൊലാക്റ്റിൻ വരുന്നത് മൂലമാണെങ്കിൽ സോ ഇത് ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ. സോ ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു പ്രൊലാക്റ്റിൻ. ഇനി അടുത്ത ഉപയോഗം അക്രോമെഗാലിയിലാണ്. അക്രോമെഗാലി എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ഗ്രോത്ത് ഹോർമോൺ. അഡൽട്ടിൽ ഗ്രോത്ത് ഹോർമോൺ അമിതമായിട്ട് കൂടുന്നതാണ്. സോ അത് നമ്മൾ റേഡിയേഷനോ അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ SST പോലെയുള്ള ഡ്രഗുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ അഡ്ജുവൻ്റ് ആയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കും. ദെൻ ഗ്രോത്ത് ഹോർമോൺ വരുന്ന കണ്ടീഷനാണ് അക്രോമെഗാലി. നമ്മൾ പറഞ്ഞു 1 milligram മതിയായിരിക്കും. സോ ബ്രോമോക്രിപ്റ്റിലും നമ്മളിത് പറഞ്ഞാണ് ഈ യൂസ്, മറ്റേ യൂസ് നമ്മൾ പറഞ്ഞാണ്. അടുത്ത യൂസ് പാർക്കിൻസൺസ് ഡിസീസിലാണ്. പാർക്കിൻസൺസ് ഡിസീസിൽ നമുക്ക് ഉപയോഗിക്കാം. ഡോപ്പമിൻ അഗോണിസ്റ്റ് ആണ് മരുന്ന്. സോ എവിടെയാണെന്ന് വെച്ചാൽ ലേറ്റ് PDയിലാണോ നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിക്രീസ് ദ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് ഓർ ഓൺ ഓഫ് എഫക്റ്റ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. സോ 1 milligram ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താൽ മതിയാകും. ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഡോസ് ഒക്കെ വേണ്ടി വരും കേട്ടോ. പാർക്കിൻസൺസ് ഡിസീസിൽ ഡോസ് കൂടുതൽ വേണ്ടി വരും. സോ അവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഏതാ ഉള്ളത്? പ്രാമിപെക്സോൾ ഉണ്ട്, റോപ്പിനിറോൾ ഉണ്ട്. സോ ബ്രോമോക്രിപ്റ്റിനും ഈവൻ ദിസ് കാബർഗോലിനൊന്നും ഇപ്പോൾ ആ കേസുകളിൽ എടുക്കാറില്ല. ബിക്കോസ് ദിസ് ഈസ് എർഗട്ട് ടൈപ്പ് ഡ്രഗ് ആണ്, ദീർഘനാൾ ഉപയോഗിക്കേണ്ടി വരും. ദെൻ വി ക്യാൻ ഓൾസോ യൂസ് ഇൻ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ദോഷഫലങ്ങൾ പറയാം. സോ വെൻ കമ്പയർഡ് ടു ബ്രോമോക്രിപ്റ്റിൻ, നമ്മൾ ബ്രോമോക്രിപ്റ്റിനായിട്ടാണ് കാരണം ബിക്കോസ് ഇതും എർഗട്ട് ഡിറൈവ്ഡ് ഡ്രഗ് ആണ്, ബ്രോമോക്രിപ്റ്റും എർഗട്ട് ഡിറൈവ്ഡ്. സോ കമ്പയർഡ് ടു ബ്രോമോക്രിപ്റ്റിൻ ദിസ് അഡ്വേഴ്സ് എഫക്ട് ADR എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആൻഡ് ഓൾസോ ലോങ് ആക്ട്. അപ്പൊ എന്തൊക്കെ കുറയും? ലോ നൗസിയ, വോമിറ്റിംഗ് കുറവാണ്. ദെൻ ലോവർ ഹൈപ്പോടെൻഷൻ, മരുന്ന് കൊടുക്കുമ്പോണ്ടാവുന്ന ഹൈപ്പോടെൻഷൻ കുറവാണ്. ഡിസിനസ് കുറവാണ്. ദെൻ ദീർഘനാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാൽവുലാർ ഡിസീസസ് ഉണ്ടാകുന്ന ചാൻസും കുറവാണെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ 2 milligram അബവ് ദീർഘനാളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ 2 milligram കൊടുക്കുന്നില്ല. ദെൻ PVD പ്രശ്നങ്ങൾ, പെരിഫറൽ വാസ്കുലർ ഡിസീസസ് ആൻഡ് എർഗോട്ടിസം, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കുറവാണ്. ദെൻ ഡോപ്പമിൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതേതൊക്കെയാണ് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞുകൊണ്ട് ബോറടി. ഹാലൂസിനേഷൻ, കൺഫ്യൂഷൻ, ഇമ്പൾസ് ഡിസോർഡേഴ്സ്, ഹൈപ്പർ സെക്ഷുവാലിറ്റി. സോ ഇവയൊക്കെ ഒരു പരിധിവരെ ബ്രോമോക്രിപ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഇതും കുറവാണ്. പക്ഷെ അതിന്റെ സാധ്യതകളൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുറവാണ്. ദോഷഫലങ്ങൾ നമ്മൾ മറ്റേത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്രോമോക്രിപ്റ്റിനായിട്ട് നോക്കുമ്പോൾ കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ദോഷഫലങ്ങളൊക്കെ നമുക്ക് എഴുതി വയ്ക്കും. ബ്രോമോക്രിപ്റ്റിൻ നോക്കിയിട്ട്
അതിൻ്റെ എല്ലാ യൂസിലും ഇപ്പോൾ കാബർഗോലിൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലും അഡ്വേഴ്സ് എഫക്റ്റ് ചെയ്തിട്ട് കുറവാണെന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത മരുന്ന് ഞാൻ കൂടി പറയാം. അത് ക്വിനാഗോലൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഇത് നോൺ എർഗട്ടാണ്, ഏകദേശം പുതിയ മരുന്നാണ്, അധികം ഡാറ്റ ഒന്നും നമ്മുടെ കയ്യിലില്ല. സോ ദിസ് ഓൾസോ D2 റിസെപ്റ്റർ അഗോണിസ്റ്റ് ആണ്. T12 ഏകദേശം 22 അവർ ആണ്. അപ്പോൾ ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. ദെൻ ഹൈപ്പർ പ്ലാക്ടിനീമിയയിൽ നമുക്ക് ഉപയോഗിക്കാം. ഹൈപ്പർ പ്ലാക്ടിനീമിയയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓവുലേഷൻ വന്നു, ഗർഭിണിയാവുകയാണെങ്കിൽ മരുന്ന് നിർത്തണം. ആൻഡ് ഈ മരുന്ന് പ്രത്യേകിച്ച് ക്വിനാഗോലൈഡ് ഗർഭിണിയാകണം എന്ന് ഉദ്ദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുക. ഗർഭിണിയാകണം എന്ന് ഉദ്ദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാബർഗോലിനായിരിക്കും കൊടുക്കുക. കാബർഗോലിൻ കൊടുത്തിട്ട് ഗർഭിണിയാണ് എന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ദെൻ വി വിൽ സ്റ്റോപ്പ് ദ ട്രിപ്പ്. ഓവുലേഷൻ വന്നു, ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പം തന്നെ മരുന്ന് നിർത്താനായിരിക്കും നമ്മുടെ അടുത്ത് പറയും. സോ അതിന് വരെ നമുക്ക് ഉപയോഗിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡോപ്പമിൻ അഗോണിസ്റ്റ്. അപ്പോൾ ഡോപ്പമിൻ അഗോണിസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് 3 ഗ്രൂപ്പുകളാണ് പറഞ്ഞത്. ഒന്ന് PDയിൽ പാർക്കിൻസൺസിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, റോപ്പിനറോൾ, പ്രാമിപെക്സോൾ പോലെയുള്ള മരുന്ന്, പിന്നെ ബ്രോമോക്രിപ്റ്റിൻ എന്ന മരുന്ന്, പിന്നെ ഇവിടെ കാബർഗോലിൻ. ഇത് 3ആണ് നമ്മൾ ബ്രോമോക്രിപ്റ്റിൻ അഗോണിസ്റ്റ് ആയിട്ട് നമ്മൾ ഈ സീരീസിൽ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.